ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു 6 to 6:15 അത്രയൊക്കെ ആയിട്ടുള്ളൂ സമയം കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തൊന്ന് നോക്കിയപ്പോൾ ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ലൈറ്റ് കളർ യെല്ലോയും പിങ്കും സ്കൈ ബ്ലൂ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ ഒന്ന് വീഡിയോ എടുത്ത് കളയാമെന്ന്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യനൊക്കെ ഒതിച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഇതൊക്കെ കണ്ടിങ്ങനെ ചായയൊക്കെ കുടിക്കാൻ നല്ലൊരു ഇതാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട് വണ്ടിയായിട്ട്. പിന്നെ ഫ്രിഡ്ജിൽ ഓൻ്റെ ഫോട്ടോ കാണുന്നുണ്ട്. അപ്പം എന്നോട് പറയാണ് ഇത് കണ്ണാടി. അപ്പോൾ അതുകൊണ്ട് കുറേ വണ്ടി ഉണ്ടാവും അവിടെയൊക്കെ, എല്ലായിടത്തും ഉണ്ട്. രാവിലെ തന്നെ ആകെ അൽക്കൊയ്ത്താക്കിയിടും അതൊക്കെ. ഞാൻ കുറേ നേരം ഓൻ്റെ കളിയൊക്കെ കണ്ടു. അതിനിരുന്ന് ഊഞ്ഞാലാണ് ഈ ആട്ടണത് കേട്ടോ, ആടണതല്ല. ഇരിക്കൊന്നുമില്ല, ഊഞ്ഞാലൊക്കെ കേട്ടാണ് ഇരുന്ന് ആട്. അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. ഈ വണ്ടി അങ്ങോട്ടിടുക ഒക്കെ തന്നെ. അപ്പം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ചായ കുടി കഴിഞ്ഞല്ലോ. പിന്നെ ഇന്നത്തെ പോലെ നമ്മളെ പണി ചോറ് തിളച്ചിട്ടുണ്ട്. നമുക്കിത് കാസറോളിലേക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് സാമ്പാറായിരുന്നു. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാതെ ഞാൻ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാർ കഷ്ണങ്ങൾ സവാള, മത്തൻ, പിന്നെന്താ അങ്ങനെ ഉരുളൻകിഴങ്ങ്, പിന്നെ വെണ്ടയ്ക്ക, അങ്ങനെ കുറേ കഷ്ണങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ അത് ഇളക്കിയപ്പോഴാണ് ഒരു വെണ്ടയ്ക്ക ഞാൻ മുറിക്കാണ്ടിട്ടിരിക്കണേ കണ്ടത്. ഒരു വലിയ വെണ്ടയ്ക്ക ഉണ്ടായില്ല. അപ്പോൾ പിന്നെ അത് മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം സാമ്പാറിന് എത്ര കുറച്ചുണ്ടാക്കിയാലും 2 ദിവസം 3 ദിവസമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം കുഞ്ഞു കഷ്ണങ്ങൾ എടുത്തിട്ട് എന്നാൽ എല്ലാ കഷ്ണവും വേണേനു. അപ്പോൾ കുറച്ച് കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വറുത്തരയ്ക്കുന്ന സാമ്പാറായതുകൊണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാമല്ലോ. അപ്പം അതങ്ങനെ ഒരു വിസിലായി, അതങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാനായിട്ട് തേങ്ങ റെഡിയാക്കാം. അപ്പോൾ ഞാൻ ജീരകവും കുഞ്ഞുള്ളിയും പിന്നെന്താ ചുവന്നമുളകൊക്കെ ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട്, ഒരു പിടി തേങ്ങ മതിയിട്ട്, കുറേ തേങ്ങ ഒന്നും വേണ്ട. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കടുക്, കുറച്ച് മാത്രം ഉലുവ കേട്ടോ, രണ്ടും കുറച്ചാട്ടോ. പിന്നെ കുറച്ച് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ ഒന്ന് കളറ് ചേഞ്ചാണ് വരെ നമ്മളിത് എന്താക്കണം, ഒന്ന് വറുത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കറിവേപ്പിൻ്റെ ഇല ഇടാം. എൻ്റെ കയ്യിൽ കറിവേപ്പിൻ്റെ ഇല ഇല്ല. കറിവേപ്പിൻ്റെ ഇല ഇല്ലാത്ത ഒരു കറി. അപ്പോൾ നമ്മളങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളെ തേങ്ങയുടെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ടല്ലോ. കരിയരുത് കേട്ടോ, വറുത്ത് കരിക്കട്ടാക്കരുത്. ഞാൻ ആദ്യമൊക്കെ വറുക്കുമ്പോൾ കരിക്കട്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ചെയ്ത് പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓഫാക്കിയിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മാത്രം മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ സാമ്പാർ പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. സാമ്പാർ വെച്ചപ്പോൾ കുറച്ച് ഒരു പിഞ്ചിട്ട് കൊടുത്തിട്ടുള്ളല്ലോ. അപ്പോൾ ഒരു 3-4 ടീസ്പൂൺ സാമ്പാർ പൊടി, പിന്നെ കുറച്ച് കായം ഒക്കെ ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പേരിക്കായിട്ട് ഈ ചുവന്ന സാധനം എന്തായിരുന്നു, ബീട്രൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലിട്ടിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്നാവും. സംഭവമൊക്കെ സൂപ്പറാണ്. പക്ഷേ ഇതിലിടണമെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കഷ്ണമാക്കണം. ആ ഒരു പ്രശ്നമുള്ളൂ. ഇതിനോട് ഇച്ചിരി വലുതായാലും കറങ്ങൂല. അപ്പം കുഞ്ഞു കഷ്ണമാക്കിയിട്ട് വേണം നമ്മൾ ഇതിലിട്ട് കൊടുക്കാൻ. പിന്നെ ഇതിൻ്റെ വള്ളിയൊന്നും കണ്ട് നിങ്ങൾ അന്തം പെടണ്ട കേട്ടോ. ഇത് മേടിക്കുന്ന സമയത്ത് ഒരു വെള്ള കളർ, ഒരു അലാസ്റ്റിക്കിൻ്റെ ഒരു വള്ളിയാവുമല്ലോ, അത് 2-3 പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്തപ്പോൾ അത് പൊട്ടിപ്പോയി. അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോയപ്പം എന്തോ ഇത്. അപ്പോൾ ഞാൻ ചിരട് കെട്ടിയിട്ടായിട്ട് ഇപ്പോൾ അത് യൂസാക്കണം. ഇപ്പോൾ 2 വർഷത്തോളമായി, ഇതുവരെ പൊട്ടിയിട്ടൊന്നുമില്ല.
അപ്പം മറ്റേ ആ വള്ളീനെക്കാട്ടി നല്ലത് ഇങ്ങനത്തെ നമ്മൾ തന്നെ ചിരടൊക്കെ ഉണ്ടാക്കി വെക്കണമായിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ തേങ്ങ ഒക്കെ വറുത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ പാകണം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മൾ വറവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എണ്ണ ചൂടായി, അത് കഴിഞ്ഞ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ചു ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ. സാമ്പാർക്ക് ഇങ്ങനെ ഉലുവൊക്കെ പൊട്ടിച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ ഇടാത്തത്. പിന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായപ്പോൾ നമ്മുടെ കറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാമ്പാർ അവിടെ സെറ്റായിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് കരിയുന്നതാണല്ലോ, ആ ഒരു മുളക് അതാ കരിഞ്ഞിരിക്കുന്നത്. പിന്നെ അതേ ചട്ടിയിൽ നമ്മളെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് ഉപ്പേരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബീട്രൂട്ട്. അപ്പോൾ ഇത്ര കുഞ്ഞായിട്ട് ഇതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. നല്ല സൂപ്പറാണ് സംഭവം. പക്ഷേ അതിൻ്റെ വള്ളി ഒരു രക്ഷയില്ല, ഒരു ഒലക്കല വള്ളിയാണ്. അതൊഴിച്ചാൽ ബാക്കിയൊക്കെ സൂപ്പറാണ് കേട്ടോ. കഴിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ തേങ്ങ ചതച്ചിട്ട് ഇടുന്നതുകൊണ്ട് മുളകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, പിന്നെന്താ കോൺഫ്ലവർ, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ചിക്കൻ വറുക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചതച്ച തേങ്ങ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതാ ചിക്കന് മസാലയൊക്കെ പറ്റി അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപ്പേരി ഇവിടെ സെറ്റാണ്. അതിൻ്റെ അടുത്ത് ഒരു മുളക് ചതയാണ്ടിരിക്കണ്ടെന്ന് നോക്കണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവും, എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അപ്പോൾ നമ്മൾ ഉപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞത് ഒരു പപ്പടം കൂടെ കാച്ചി കഴിഞ്ഞാൽ നമ്മളെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.